ഒരു ഡൗൺ ട്രെൻഡ് മാർക്കറ്റിൽ ഞാൻ എടുത്തൊരു ബൈ എൻട്രി. സോ ഞാനിത് എടുത്ത ട്രേഡിന്റെ റീസൺ എന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, നമ്മളെപ്പോഴും ഒരു ചാർട്ട് അനലൈസ് ചെയ്യുമ്പോഴേക്കും എപ്പോഴും നമ്മൾ ടോപ്പ് ഡൗൺ അനാലിസിസ് ചെയ്ത് കഴിഞ്ഞാൽ ക്ലിയർലി പ്രൈസ് എന്തിനാണ് ഒരു പോയിന്റിൽ നിന്ന് വേറെ പോയിന്റിലോട്ട് പോകണേ, എവിടെ നിന്ന് എങ്ങോട്ടായിരിക്കും ഇനി നെക്സ്റ്റ് മൂവ് ചെയ്യാൻ പോകണമെന്നുള്ളത് നമുക്കൊരു ക്ലിയർ കട്ട് ഐഡിയ കിട്ടും. സോ ഈ ഒരു മാർക്കറ്റിൽ ഞാൻ ഓൾറെഡി ഈ ഒരു ട്രേഡ് നിങ്ങൾക്ക് ഷോക്കേസ് ചെയ്തിട്ടുണ്ട്. പ്രീവിയസ് വീഡിയോയിൽ നിങ്ങൾ ചെക്ക് ചെയ്താൽ കാണാൻ പറ്റും. സോ ഈ ഒരു മാർക്കറ്റിൽ ഞാൻ ആക്ച്വലി ഇവിടെ നമ്മൾ ക്ലിയർ കട്ടായിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഡൗൺ ട്രെൻഡ് ആണ് കാണിക്കുന്നത്. ലോ ബ്രേക്ക് ചെയ്ത് ഈച്ച് ടൈം ഇവിടെ ലോ ബ്രേക്ക് ചെയ്ത് ലോവർ ലോസ് ആണ് ക്രിയേറ്റ് ചെയ്യുന്നത്. സോ അത് ക്ലിയർ ആയിട്ട് കാണിക്കുന്നത് എന്താ, ഡൗൺ ട്രെൻഡ് ആണെന്നാണ്. ഓക്കെ, അപ്പം ഞാൻ എന്തുകൊണ്ടാണ് ഞാനിവിടെ ബൈ നോക്കിയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെപ്പോഴും ചാർട്ട് നോക്കുമ്പോഴേക്കും നമുക്ക് ഒരു പാറ്റേൺ നമുക്ക് മനസ്സിലാവും. ഓക്കെ, മാർക്കറ്റ് ഇവിടെ ഞാനിപ്പോൾ 30 മിനിറ്റ്സിലാണ് നിൽക്കുന്നത്. ഞാൻ ഒരു അവേർലി ചാർട്ടിലോട്ട് പോകും. സോ അവേർലി ചാർട്ടിൽ നമ്മൾ ഈ ഒരു ഏരിയ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാം. ഈ ഒരു ഏരിയയിൽ മൾട്ടിപ്പിൾ ടൈം മാർക്കറ്റ് വന്നിട്ട് നല്ല രീതിയിൽ തന്നെ റിയാക്ട് ചെയ്ത് പോയിട്ടുണ്ട്. ഓക്കെ, സോ ഈ ഒരു ഏരിയനെ നമുക്ക് എന്താക്കാം, നമുക്ക് ആക്ച്വലി ഒരു സപ്പോർട്ടായിട്ട് കൺസിഡർ ചെയ്യാം. ഓക്കെ, കാരണം ആ ഒരു ഏരിയയിൽ വരുന്നു, പ്രൈസ് ആ ഒരു ഏരിയയിൽ നിന്ന് ബൗൺസ് ചെയ്യുന്നു, ആ ഒരു ഏരിയയിലോട്ട് വീണ്ടും വരുന്നു, വീണ്ടും ബൗൺസ് ചെയ്യുന്നു. സോ ഇങ്ങനെ മൾട്ടിപ്പിൾ ടൈം ഈ ഒരു ഏരിയയിൽ വന്ന് ബൗൺസ് ചെയ്യുമ്പോഴേക്കും ഈ ഒരു ഏരിയയിലോട്ട് വീണ്ടും വന്നു കഴിഞ്ഞാൽ നിങ്ങളാണെങ്കിലും ആ ഒരു ഏരിയയിൽ നിന്ന് എന്തായിരിക്കും ചെയ്യുന്നത്, ബൈ ആയിരിക്കും എൻട്രി എടുക്കാൻ പോകുന്നത്. സോ ബൈ എൻട്രി നിങ്ങൾ ഇവിടെ നിന്ന് എടുക്കുവാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും, നിങ്ങൾ ആക്ച്വലി നിങ്ങളുടെ സ്റ്റോപ്പ് ലോസ് വെക്കാനായിട്ട് പ്ലാൻ ചെയ്യുന്നത് ഈ ഒരു ലോയുടെ താഴെ ആയിരിക്കും. ഈ ഒരു ഏരിയയിലായിരിക്കും നിങ്ങളുടെ സ്റ്റോപ്പ് ലോസ് ആക്ച്വലി നിങ്ങൾ പ്ലാൻ ചെയ്യുന്നത്. ഓക്കെ, ബട്ട് ഇത് നല്ല രീതിയിൽ തന്നെ ഒരു ട്രാപ്പാണ്. ഓക്കെ, ഞാൻ എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഓക്കെ, സോ ഈ ഒരു സോൺ ഞാനൊന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് പ്രൈസ് വീണ്ടും ഈ ഒരു ഏരിയയിൽ വരുമ്പോഴേക്കും ഇവിടെ എന്താ നടക്കുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. സോ ഈ ഒരു ഏരിയയിൽ വന്നതിന് ശേഷം വീണ്ടും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു 1 അവറിന്റെ 2 ക്യാൻഡിൽസ് ഇവിടെ ഫോം ആയിട്ടുണ്ട്. സോ ദാറ്റ് മീൻസ് ഒരു 2 hours ഓഫ് ബൈയിങ് ആണ് എന്ത് ചെയ്തത് അവിടെ നടന്നത്. സോ ഓബ്വിയസ്ലി ഇതൊരു സപ്പോർട്ടാണെന്ന് ഉള്ള രീതിയിൽ തന്നെ ഇവിടെ നിന്ന് എൻ്റർ ചെയ്യുന്ന ആൾക്കാരുണ്ടാകും. അവരെന്ത് ചെയ്യും, ഈ ഒരു ലോയുടെ താഴെ അവർ എന്ത് ചെയ്യും, സ്റ്റോപ്പ് ലോസ്. ബട്ട് നമ്മളെപ്പോഴും നോക്കേണ്ടത് ഇങ്ങനെ മൾട്ടിപ്പിൾ ടൈം പ്രൈസ് ഒരു ഏരിയയിൽ വന്നിട്ട് ബൗൺസ് ബാക്ക് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ ആ ഒരു ഏരിയയുടെ താഴെ വാലിഡ് ആയിട്ടുള്ള ഒരു ഇൻഎഫിഷ്യൻസിയോ അല്ലെങ്കിൽ വാലിഡ് ആയിട്ടുള്ള ഒരു ഓർഡർ ബ്ലോക്ക് ഉണ്ടോ എന്നുള്ളത് നിങ്ങൾ ഫൈൻഡ് ഔട്ട് ചെയ്യുക. സോ അതാണ് ഞാൻ നോക്കിയത്. സോ ഈ ഒരു പോയിന്റിന്റെ താഴെ തന്നെ ഇവിടെ നമ്മൾ നോക്കിയാൽ നല്ല രീതിയിൽ ഇൻഎഫിഷ്യൻസി ഉണ്ട്, നല്ല രീതിയിൽ ഇവിടെ വോള്യൂമും അക്യുമുലേറ്റ് ചെയ്തിട്ടുണ്ട്, ആൻഡ് നല്ലൊരു ഓർഡർ ബ്ലോക്ക് എന്ത് ചെയ്യാം, ഓർഡർ ബ്ലോക്ക് നമുക്കിവിടെ കാണാം. ഓക്കെ, സോ ഈ ഒരു പോയിന്റിൽ നിന്ന് ട്രേഡ് എടുക്കുന്നതിലും ബെറ്റർ എപ്പോഴും ഈ ഒരു പോയിന്റിൽ നിന്ന് എൻട്രി എടുക്കുന്നതാണ്. കാരണം ഈ മോസ്റ്റ് ഓഫ് ദ ടൈം ഇൻസ്റ്റിറ്റ്യൂഷൻസ് അല്ലെങ്കിൽ മാർക്കറ്റ് മേക്കേഴ്സ് നമ്മൾ എപ്പോഴും ട്രാപ്പ് ചെയ്യാനായിരിക്കും നോക്കുന്നത്. സോ ട്രാപ്പ് ചെയ്യുന്നത് ഇങ്ങനെ തന്നെ ആയിരിക്കും. ഇവരിവിടെ എന്ത് ചെയ്യും, ഈ ഒരു പോയിന്റിൽ വരും, ഇവിടെ നിന്ന് ഒരു മൈനർ ബൈയിങ് കാണിക്കും. ബൈയിങ്ങിന് ശേഷം ഇവർ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോഴ്സ്ഫുള്ളി ഇവിടെ നിന്ന് സെല് ചെയ്ത് ഇതിന്റെ താഴെയുള്ള സ്റ്റോപ്പ് ലോസ് എല്ലാം കളക്ട് ചെയ്തിട്ട് ഈ ഒരു പോയിന്റിൽ നിന്നായിരിക്കും എന്ത് ചെയ്യുന്നത്, ബൗൺസ് ബാക്ക് ചെയ്യുന്നത്. സോ ഇതായിരുന്നു എൻ്റെ കോൺസെപ്റ്റ്. ആൻഡ് ഇതുപോലെ തന്നെയാണ് മാർക്കറ്റ് ആക്ച്വലി അവിടെ പ്ലേഡ് ഔട്ടും ആയത്. സോ ആ ഒരു പോയിന്റിൽ നിന്ന് മാർക്കറ്റ് എന്ത് ചെയ്തില്ല, ഹോൾഡ് ചെയ്തില്ല. ആൻഡ് ഈ ഒരു പോയിന്റിൽ വന്ന് എന്ത് ചെയ്തു, പോയിന്റിൽ വന്ന് ടാപ്പ് ചെയ്തു. ഇവിടെ നിങ്ങൾ നോക്കിയാൽ കാണാം നല്ല രീതിയിൽ ഒരു റിജക്ഷൻ ക്യാൻഡിൽ ഇൻ ആൻ അവർലി ടൈം ഫ്രെയിം എന്ത് ചെയ്തിട്ടുണ്ട്, ഫോം ചെയ്തിട്ടുണ്ട്. സോ ഞാൻ ആക്ച്വലി കൺഫർമേഷന് വേണ്ടി പോയത് 50 മിനിറ്റിലോട്ടാണ്. സോ 50 മിനിറ്റിൽ എനിക്ക് ആകെ കാണേണ്ട കൺഫർമേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലാസ്റ്റ് സെല്ലിംഗ് ക്യാൻഡലിനെ ഒന്ന് ഇൻവേഴ്സ്ലി എന്ത് ചെയ്യണം, മാർക്കറ്റ് ബ്രേക്ക് ചെയ്യണം എന്നുള്ളതായിരുന്നു. സോ ഈ ഒരു പോയിന്റിൽ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ലാസ്റ്റ് സെല്ലിംഗ് ക്യാൻഡലിനെ ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ബൈ ക്യാൻഡിൽ ക്ലോസ് ചെയ്ത് ബ്രേക്ക് ചെയ്ത് ക്ലോസ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഈ ഒരു പോയിന്റിൽ തന്നെയായിരുന്നു ആക്ച്വലി എൻട്രി പോയത്. ആൻഡ് സ്റ്റോപ്പ് ലോസ് ബിലോ ദ ലോ. ആൻഡ് ഇനി നമ്മൾ ടാർഗറ്റ് ചെയ്യുമ്പോഴും നമ്മളെപ്പോഴും സേഫ് ആയിട്ട് ടാർഗറ്റ് ചെയ്യാനായിട്ട് നമുക്ക് നോക്കാൻ പറ്റുന്ന ഏരിയ എന്ന് പറഞ്ഞാൽ അടുത്ത ഇൻഎഫിഷ്യൻസി അല്ലെങ്കിൽ അടുത്ത ഓർഡർ ബ്ലോക്ക് ആയിരിക്കും നമുക്ക് നോക്കാൻ പറ്റുന്നത്. സോ അടുത്ത എക്സ്ട്രീം ഓർഡർ ബ്ലോക്ക്, കാരണം ഇനി ഈ ഹൈ ബ്രേക്ക് ചെയ്ത് പോവില്ലയോ എന്നുള്ളത് നമുക്ക് കൺഫേം അല്ല. ഇതാണ് ഇപ്പോൾ കറന്റ് ഇവിടെ ഹോൾഡ് ചെയ്യുന്ന ഒരു ഹൈ ഉള്ളത്. സോ ഞാൻ നോക്കിയത് ഇതായിരുന്നു എൻ്റെ ഫൈനൽ ഇൻഎഫിഷ്യൻസി ആയിട്ട് ഞാൻ കൺസിഡർ ചെയ്ത്, ഇതായിരുന്നു എൻ്റെ ടാർഗറ്റ് ആയിട്ട് ഞാൻ കൺസിഡർ ചെയ്ത്. കാരണം ചിലപ്പോൾ എന്ത് ചെയ്യാം, ചിലപ്പോൾ ഈ സപ്ലൈയിൽ നിന്ന് മാർക്കറ്റ് വീണ്ടും റിവേഴ്സ് ആവാനുള്ള ചാൻസസ് ഉണ്ട്. സോ അതുകൊണ്ട് തന്നെയാണ് ഞാൻ സേഫ് ആയിട്ട് സ്റ്റോപ്പ് ലോസ് ടാർഗറ്റ് അവിടെ പ്ലേസ് ചെയ്ത്. ആൻഡ് ദ ട്രേഡ് യെസ് ഓക്കെ. സോ നമ്മുടെ ടാർഗറ്റ് എന്ത് ചെയ്തു, സോ നമ്മുടെ ടാർഗറ്റ് ഇവിടെ നമുക്ക് ഈസിലി കിട്ടി.